ഉണർവിന്റെ രണ്ടാമത്തെ ലക്ഷണം. What is the second sign of revival? ജനത്തിന് ഫെലോഷിപ്പിന് താല്പര്യം ഉണ്ടാകും. There is a desire to have fellowship. നിവൃത്തിയില്ലെങ്കിലേ കൂട്ടായ്മകൾ മുടക്കത്തുള്ളൂ. They will avoid fellowship only if it is uncertain. ജോലിയാണെങ്കിൽ വരാൻ പറ്റത്തില്ല. They cannot come to fellowship if you are working. അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യമാണെങ്കിൽ വരാൻ പറ്റത്തില്ല. Difficult circumstances you cannot come. തീരെ നിവൃത്തിയില്ലെങ്കിലേ ഒരു കൂട്ടായ്മ മുടക്കത്തുള്ളൂ. Only in very rare cases will they avoid fellowship. സഭായമല്ല ഈ പറഞ്ഞു വരുന്നത്. രാവിലെ പറഞ്ഞ ബാക്കിയാണ്. I'm not talking of the Sunday worship. സഭയുടെ എല്ലാ കൂടിവരകളും All these prayers we have during the week. മക്കളുടെ ഫെലോഷിപ്പാണ്. That is our fellowship for us. ലീവ് എടുത്ത് വരാനല്ല ഞാൻ ഈ പറഞ്ഞു I'm വരുന്നത്. not taking a day off or count. നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ If you are sitting at home, വേറൊരു കാര്യത്തിൽ എൻഗേജ്ഡ് അല്ല എങ്കിൽ if you are not engaged in അവസരം anything else, ഉണ്ടാക്കി കൂട്ടായ്മകൾക്ക് വേണം. please come for all the fellowship meetings during the week. അത് കൂട്ടായ്മയുടെ ലക്ഷണമാണ്. That is a sign of revival. ഉണർവിന്റെ ലക്ഷണമാണ്. That is a sign of revival. ഇന്ന് രാവിലെ ഉണർവിന്റെ ലക്ഷണങ്ങളാണ് ഫെലോഷിപ്പിനുള്ള താല്പര്യം. There is a desire to have fellowship. കൂട്ടവിശ്വാസികളെ കാണാനുള്ള താല്പര്യം. Desire to see your brothers and sisters. ഞാനിത് തുറന്നു പറയുന്നതിന്റെ കാരണം The reason I am saying ദൈവമക്കളുടെ വളർച്ച കൂട്ടായ്മയിലാണ്. the growth in our spiritual life is നമ്മളെന്തെങ്കിലും മാജിക്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കളല്ല. we do not believe in magic. ആരെങ്കിലും കൈപൊക്കി രണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം പറയുമ്പോൾ ഉണർത്തപ്പെടുന്നവരല്ല. We are not believing when people raise their hands. നമ്മുടെ ജീവിതം മുഴുവൻ ഈ വചനത്തിനടിയിലാണ്. Our life is based on the word of God. ഇതിൽ സ്ഥാപിക്കപ്പെട്ടത് ഒരു ദൈവസഭയുടെ ജീവൻ എന്ന് പറയുന്നത് Our life is based on the word of God. And this വചനം വായിച്ചു വേണം അവസാനം വരെ നിൽക്കുവാൻ. we should read the word of God continuously together. ദൈവവചനത്തോട് ഒരു താല്പര്യം ഉണ്ടാകണം. There should be a desire towards the word of God. എങ്ങനെയാ ദൈവവചനത്തോടുള്ള താല്പര്യം? How will you have the desire towards the word of God? മനോരമ പേപ്പറിൽ 6 മണിക്കൂർ വായിച്ചാലും മതി വരത്തില്ല നാട്ടിൽ We വരുന്നത്. read Manorama paper for 6 hours and we still continue reading. രണ്ട് കാപ്പി കുടിച്ചു കഴിഞ്ഞാലും പിന്നെ പേപ്പർ വായിച്ചുകൊണ്ട് We ധ്യാനിക്കുക. have cups of coffee and reading the newspapers. പക്ഷേ ഇത് കിട്ടുമ്പോൾ മുന്നിൽ സംഗീതം വായിച്ച് പ്രാർത്ഥിക്കണം. But when we read the word of God, we read for small portions. ദൈവവചനത്തോടൊരു സ്നേഹം ഉണ്ടാകണം. Do you have a love towards the word of God? ചില അപ്പച്ചന്റെ അല്ലെങ്കിൽ സംഭവം ക്രൈസ്തവ ചിന്തയെ വായിച്ചു. I read about the story in പാസ്റ്റർ വി.ടി. എബ്രഹാമിന്റെ പിതാവ് 54 പ്രാവശ്യം ബൈബിൾ വായിച്ചത്. Pastor V.T. Abraham's father read the word of God 54 times. ഇന്നും വായിച്ചുകൊണ്ടിരിക്കുക രാവിലെ. He is still reading. ഈ 88ാമത്തെ വയസ്സിന് വലിയ കണ്ണാടി വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക. He is 88 years old and is still reading the word of God. എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് എനിക്ക് ഇന്നും ഒന്നും മനസ്സിലായിട്ടില്ല. He is saying, I have not still understood the whole word of God. ദൈവവചനം കൃത്യമായി ജനങ്ങൾ വായിക്കണം. We children of God, we should read the word of ഇത് God. ഉണർവിന്റെ ലക്ഷണമാണ്. That is a sign of revival. പ്രസംഗിച്ചവർ പറഞ്ഞത് ശരിയാണോ അല്ലയോ? Check what people are preaching is right or no. കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് പഠിപ്പിക്കണം, വചനം വായിക്കുവാൻ. Teach your children the word of God. മാതാപിതാക്കളെ നിങ്ങളെ വാക്യം പഠിപ്പിക്കുവാൻ ഫോഴ്സ് ചെയ്യുമ്പോൾ When your parents force you to memorize the word of God, ഒരിക്കലും മുഷിഞ്ഞു പോകരുത്. do not be upset with them. കാരണം നിങ്ങൾ നടക്കേണ്ടുന്ന വഴി അത് നിങ്ങളെ കാണിച്ചു തരികയാണ്. Because those words show you the way you should go. മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ ദൂരെയാകുന്ന ഒരു സാഹചര്യമുണ്ട്. There will be a time when you are away from your ഇടയ്ക്കും parents. വലത്തും സഹായത്തിന് ആരുമില്ലാതെ വരും. When you don't have any fellowship with your brothers and പെട്ടെന്ന് sisters. ഫോൺ ചെയ്ത് അഭിപ്രായം ചോദിക്കുവാൻ ഒരു തീരുമാനമെടുക്കുവാൻ നിവൃത്തിയില്ലാത്ത നിമിഷങ്ങൾ കടന്നു There വരും. might be places where you want to make a decision for your life. അന്ന് നിങ്ങൾ പഠിച്ച വചനമുണ്ടല്ലോ, Those verses that you ഞാൻ memorize. നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. And teach you in the way which you should go. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു I തരും. will guide you with my eye. രാത്രിയാമങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. My life, my soul instructs me even at night. നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ്. Your word is a light to my feet. പതുങ്ങിക്കിടക്കുന്ന ഇരുട്ടിൽ അല്ലെങ്കിൽ പതുങ്ങിക്കിടക്കുന്ന ദുഷ്ടമൃഗങ്ങൾ, The hidden animals in the darkness. പിശാചിന്റെ തേർവാഴ്ചകൾ വഴി നിൽക്കുമ്പോൾ Or the enemy that is trying to put നീ you in പഠിച്ച the വചനം fire. നിന്റെ കാലിനൊരു ദീപമായി Those verses that we memorize നിന്റെ in the പാതയ്ക്ക് ഒരു Bible. പ്രകാശമായി മുന്നിൽ കടന്നു പോകും. അതുകൊണ്ട് ദൈവവചനത്തെ എത്രത്തോളം പഠിക്കാമോ വായിക്കാമോ അത്രത്തോളം വായിച്ചാട്ട് Therefore read the word of God as much as you can. ഒരു കൂട്ടായ്മ പോലും മുടങ്ങാതെ കഴിവുള്ളിടത്തോളം കൂട്ടായ്മയിൽ സഹകരിച്ചാട്ട് Go to all the fellowships that you can. മൂന്നാമത്തെ ഉണർവിന്റെ ലക്ഷണം What is the third sign of revival? സുവിശേഷീകരണം. Preaching the gospel. ഒരു ദൈവവേദന ഉണർത്തപ്പെട്ടു എന്നതിന്റെ തെളിവാണ് സുവിശേഷം പറയും. Evangelism is a sign of revival. ഈ പരിശുദ്ധാത്മാവ് എന്തിനാ തന്നതറിയോ? Why did God give us the Holy Spirit? എപ്പോഴും കേൾക്കുന്നത് ഉണർത്തപ്പെടുന്ന ലക്ഷണം പറയും. I'm giving you a sign of Holy Spirit. അപ്പോസ്തലപ്രവൃത്തി 1:8 Acts chapter 1 verse number 8 says, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ therefore when the Spirit of God comes upon you, നമുക്ക് എന്താ കിട്ടും? what will happen? ശക്തി കിട്ടും. We will have received power. എന്നിട്ട് എന്താ പറയും? Then what will happen? യേശുവിനെ കുറിച്ച് പറയും. We will witness about Jesus. ശക്തിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. We will witness about Jesus Christ in Jerusalem, Judea, Samaria, and to the end of the world. ഈ ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. Everything else is just signs and symbols. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷ We have speaking പ്രവചനം, prophecy,
വ്യാഖ്യാനം, the രോഗശാന്തി, healing, ഇതൊക്കെ അഭിഷേകം പ്രാപിച്ചതിന്റെ എവിഡൻസ് ലക്ഷണങ്ങളാണ്. evidences of your Holy Spirit. These things are evidences of Holy Spirit. പരിശുദ്ധാത്മാവിനെ തന്നതിന്റെ ലക്ഷ്യം സുവിശേഷം പറയാനുള്ളത്. The goal of giving of Holy Ghost is to preach the gospel. നമുക്കൊക്കെ ജീവന്റെ ലക്ഷണം മാത്രമേ ഉള്ളൂ ഇപ്പൊ. We only have the evidences in us. വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പരിപാടി ഇപ്പൊ. We are in a state of being on ventilators. ഇത് പമ്പ് ചെയ്തേ വയർ പോകും. Only if that pump is running, our life is അത് going. താഴെ വയർ താഴെ. When the light that goes down, the life goes down. നാട്ടുകാർ മുഴുവൻ നോക്കി നിൽക്കുക എപ്പോഴാ പോകുന്നത്. Now people are watching us when our life is going to be over. ലൈഫ് സപ്പോർട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. We are on life support these days. ഞാൻ പറഞ്ഞു ഈ ഭൂതം ബാധിച്ചവരെ ഇറക്കി വിടാൻ വേണ്ടി പാടും. It's easy to cast a demon out. യേശു വന്നിട്ട് ഒരുത്തിന്റെ മണ്ടയ്ക്ക് ഭൂതത്തെ ശാസിച്ചു 6000 മൊട്ട പോകാം. And Jesus once rebuked and 6000 went off right away. And there is a thing that pleased me. There was a thing that pleased me in that portion. ഇവന്റെ മേത്ത് 6000 എണ്ണം ഐക്യത്തോടെ ഇരുന്ന് ആലോചിച്ച് നോക്കിയാണ്. And he had 6000 demons on him. 60 പേരുള്ള ഒരു സഭ കൊണ്ടുനടക്കാനുള്ള പാഠം നമുക്കറിയാം. It's so difficult to have a church with 60 people. ഈ 6000 എണ്ണം ഒരു വഴക്കും ഉണ്ടാക്കാതെ ഒരുത്തന്റെ മേത്ത് 6000 demons are arrested on that person without any trouble. എന്നിട്ട് ഇതിനെ ഇറക്കി വിട്ടപ്പോൾ ഓരോന്ന് പോയി 2 വെച്ച് 3000 മന്ദിരം മേത്ത് കയറി. And after they were cast out, they went on swine for 3000 in them. 2000 മന്ദിരം മേത്ത് കയറി. 2000 pigs were they went on 2000 pigs. കേറി ഉടനെ അത് ചാടി വെള്ളത്തിൽ പോയി. And these pigs they went inside the water. അപ്പോൾ നോക്കണം ഈ മനുഷ്യന്റെ മേത്തിരുന്ന് നമ്മൾ വെള്ളത്തിൽ ചാടിയില്ല. And when it was on this person, he never went to the water. പന്നിയുടെ മേത്തിൽ കയറിയപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ചാടി. As soon as it went on the pigs went inside the water. യേശു ഒറ്റ വാക്യം പറഞ്ഞോട് ദുരാത്മാവ് പുറത്തുപോയി. And Jesus had commanded only one word and that evil spirit was cast out. എന്നാൽ അഭിഷേകം പ്രാപിച്ചവരെ സഭയിൽ നിന്ന് ഇറക്കി വിടാൻ വലിയ പാടാണ്. When person with an anointing is difficult to cast him out. രണ്ട് അന്യഭാഷയും പറഞ്ഞ് കാര്യങ്ങളാണ് ഇതിനകത്ത്. And they will have some they'll speak in tongues and they'll be sticking around. ഒരു വ്യാഖ്യാനം പറഞ്ഞ് ഞാൻ നിന്നോളൂ. They will have some interpretation and they will be ഈ ദുരാത്മാവ് പോയവൻ ആ 10 നാട് മൊത്തം ചുരുളം പറഞ്ഞു. And after the person was devil was cast out, he was a great preacher. അപ്പോൾ ഇതൊക്കെ ഈ ലക്ഷണങ്ങളാണ് അന്യഭാഷയും അഭിഷേകമൊക്കെ. The interpretation and tongues they are only signs. ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. But the goal is to evangelize and preach the gospel. സഭയുടെ ഏറ്റവും വലിയ ഗോൾ അല്ലെങ്കിൽ സുവിശേഷം പറയുക എന്നുള്ളതാണ്. The greatest goal for the church is to preach the gospel and spread the word of God. നാട്ടിലെ പഴയ കാലത്ത് നമ്മുടെ ഗവൺമെന്റല്ലോ വീശുന്ന ഒരു ഇതുണ്ടായിരുന്നു. വിഷുവാ അല്ലേ? പിള്ളേർക്ക് അറിയത്തില്ല. മൊബൈൽ ഫോണല്ല, മൊബൈൽ ഫാൻ. There used to be mobile fan in India. അവർ നമ്മുടെ അപ്പച്ചന്മാർക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ട്. Our grandfathers used to use that for fanning themselves. എനിക്ക് അപ്പച്ചനെ അറിയാം. ഞങ്ങളുടെ ഒരു ഫാനൊക്കെ വന്നിട്ടും അപ്പച്ചൻ വീശിക്കൊണ്ടിരിക്കുന്നു. Even if we had electric fan, he was still using the hand fan. ഇതിനൊരു 6 ഗുണമുണ്ട്. And the hand fan had 6 different benefits. ഒന്ന് വീശാം. You could fan yourself. രണ്ട് നടന്നു പോകുമ്പോൾ മഴ വെള്ളത്തിലൂടെ തലയിൽ പിടിക്കാം. If you're walking and it is raining, you could hold it as an umbrella. വെയിൽ വരുവാണെങ്കിൽ തല പിടിക്കാം. If it's too much sunshine, then you could use it over your head. പട്ടിയോ കുട്ടിയോ വരുവാണെങ്കിൽ അടിക്കാതിനെ. If a dog comes against you, you can use it as a stick. എന്തെങ്കിലും ആവശ്യം ഇരിക്കണമെങ്കിൽ വസ്ത്രം അഴുക്കാനിട്ടിരിക്കാം. If you're sitting on the floor, you can use it as a chair. പക്ഷേ കേരളമാണ് തലയിട്ടിരിക്കാം. You can sit on your floor. പക്ഷേ ആരും ഇന്ന് വരെ ഈ ഒരു ആവശ്യത്തിന് ഇത് വാങ്ങിച്ചിട്ടില്ല. But nobody bought these things for these purposes. അവർ വാങ്ങിച്ചത് വീശാൻ വേണ്ടിയാണ്. They bought this thing to fan themselves. പക്ഷേ ഇതിന് ഉപയോഗം ഉണ്ടെന്നേ ഉള്ളൂ. But these could be used for other purposes. ഇതുപോലെ ദൈവം അഭിഷേകത്തിന്റെ ലക്ഷ്യം. That is the Hallelujah. So the Holy Ghost is. കഷ്ടപ്പെട്ട ആത്മാവിനെ എനിക്കും നിനക്കും തന്നിരിക്കുന്നത് സുവിശേഷം പറയാനാണ്. He has given me the Holy Ghost to preach the word of God. മറ്റേ ബാക്കിയുള്ള എന്റെ സൈഡിലുള്ള അഡ്വാൻറ്റേജസ് മാത്രമേ ഉള്ളൂ. The other things are just advantages on the side. നമ്മുടെ ഗുണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ലക്ഷ്യം മറന്നു പോകുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. Many times we focus on the advantages and we forget the goal. രാവിലെ നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കണമെങ്കിൽ വാ തുറന്ന് യേശുവിനെ കുറിച്ച് പറയണം. If we have to rejoice in the Lord, we have to open your mouth and preach the gospel. ദാവീദ് തന്നെ പറയുന്നു, വാർദ്ധക്യവും നരയുമുള്ള കാലത്തിന്റെ അശേഷം ഉപേക്ഷിക്കരുത്, കാരണം വരുവാനുള്ള തലമുറയോട് നിന്നെ കുറിച്ച് പറയുവോളം. God, you have kept me alive so that I preach your gospel to the next generation. എനിക്ക് സിംഹാസനം മാറി മാറി കൊടുക്കുവാനല്ല ജീവിതം. My life is not to change the thrones for വലിയ another. സമ്പത്തുകളുടെ കൂമ്പാരം ഉണ്ടാക്കുവാനല്ല. I don't have the right to heal വരുവാനുള്ള the തലമുറയോട് യേശുവിനെ കുറിച്ച് പറയുന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. Our goal should be preach the gospel to the next generation. അപ്പോൾ നാലാമതായിട്ടുള്ള ഇതിന്റെ ലക്ഷ്യം The fourth sign. ഉണർവിന്റെ ലക്ഷണം എന്ന് We പറയുന്നത് are talking of signs of revival. നമ്മുടെ പേഴ്സ് തുറക്കുന്നതാണ്. The fourth sign is to open your purse. എപ്പോഴും പറയുന്നതാ. As we always say that. വ്യത്യാസം ഉണ്ടെന്ന് ട്രഷറർ പറഞ്ഞു. The treasurer said there's a difference, not change now. ഇനിയും മാർച്ച് കഴിയാനായിട്ട്